കണ്ണൂരിൽ തർക്കത്തിലുള്ള CMP ജില്ലാ കമ്മിറ്റി ഓഫീസ് CPM കയ്യേറിയതായി പരാതി. കയ്യേറിയ കെട്ടിടം നിലവിൽ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസായാണ് പ്രവർത്തിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് ആരോപിച്ച് CMP ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം വരെ ഇത് CMP ജില്ലാ കമ്മിറ്റി ഓഫീസായിരുന്നു. പക്ഷേ 2 ദിവസം മുമ്പാണ് ഇത് LDF തെരഞ്ഞെടുപ്പ് ബൂത്ത് കമ്മിറ്റി ഓഫീസായി മാറിയത്. EP കൃഷ്ണൻ നമ്പ്യാർ സ്മാരക മന്ദിരം CMP ജില്ലാ കൗൺസിൽ ഓഫീസ് എന്ന ബോർഡ് ചുവന്ന പെയിന്റ് അടിച്ച് മായ്ച്ച ശേഷം പകരം പുതിയ ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. 2003 ജനുവരിയിലാണ് 4 സെന്റ് സ്ഥലവും കെട്ടിടവും ഉൾപ്പെട്ട CMPയുടെ ജില്ലാ ആസ്ഥാന മന്ദിരം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. CMP ജില്ലാ സെക്രട്ടറിയുടെ പേരിലാണ് കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം. എന്നാൽ പാർട്ടിയിലെ പിളർപ്പിനെ തുടർന്ന് 2014 മാർച്ച് 22-ന് LDF അനുകൂല CMP വിഭാഗം ഈ ഓഫീസ് പിടിച്ചെടുത്തിരുന്നു. ഇതിനെതിരെ CP ജോണിന്റെ നേതൃത്വത്തിലുള്ള CMP കോടതിയെ സമീപിക്കുകയും ചെയ്തു. കോടതിയിൽ കേസ് നടക്കുന്നതിനിടെ CMP അരവിന്ദാക്ഷൻ വിഭാഗം CPM ലയിച്ചു. ഇതോടെ ഓഫീസിന്റെ ഉടമസ്ഥാവകാശം തങ്ങൾക്കാണെന്ന് CP ജോൺ വിഭാഗം പറയുന്നു. ഇതുവരെ കേട്ടുകേൾവിയില്ലാത്തതാണ്. പല സഹകരണ സംഘങ്ങളും പിടിച്ചെടുക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു പാർട്ടിയുടെ ജില്ലാ കൗൺസിൽ ഓഫീസ് നിയമപരമായി അവർക്ക് യാതൊരു അധികാരവുമില്ല. ഒരാളെ വീട്ടിൽ പരസ്യമായ അധികാരം ഉപയോഗിച്ച് അവരെ പിടിച്ച് പുറത്തിറക്കി അവിടെ കിടന്നുറങ്ങുന്നത് പോലെയാണിപ്പോൾ എന്താ പറയുക, പച്ചയായ ഒരു കടന്നുകയറ്റം കൊള്ളയാണിപ്പോൾ അവർ നടത്തിയിരിക്കുന്നത്. CMPയുടെ സ്വത്തുവകകൾ കൈയടക്കിയാണ് ലയനത്തിലൂടെ CPM ലക്ഷ്യമിടുന്നതെന്ന് ആരോപിച്ച് നേരത്തെ MV രാഘവന്റെ മകൻ MV രാജേഷും രംഗത്തെത്തിയിരുന്നു. മീഡിയ 1 കണ്ണൂർ.